ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ചക്കുണ്ണിയപ്പമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാമോളം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകവും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചേക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു 4 കട്ട ശർക്കരയുടെ പാനി നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ പാനിയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളമൊക്കെ നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് അതെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ചൂടോടെ തന്നെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ചക്കച്ചോള കൂടി മിക്സിയിലിട്ട് അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ 5 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ ഒരു 5 കൂടി എടുത്തോളൂ. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 7 ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു ടീസ്പൂണോളം എള്ളും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കിത് വെക്കണം. അത് കഴിഞ്ഞ് നമുക്കിത് ഉണ്ണിയപ്പമാക്കാം. അപ്പോൾ ഇതാ ഉണ്ണിയപ്പത്തിനുള്ള ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർക്കാമെന്ന് വെച്ചാൽ നേരത്തെ മാവ് കുഴയ്ക്കുമ്പോൾ നെയ്യ് ചേർക്കണേ വെച്ചാലും പിന്നെ ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നെയ്യ് ചേർക്കണേലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് സിമ്മിൽ വെച്ചിട്ട് ഇതിലോട്ടേക്ക് മാവിങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് എല്ലാത്തിലും മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് ഇനി വറുത്ത് കോരാം. അപ്പോൾ അത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ല റെഡി ആയിക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.